എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത 180-ലധികം പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു ഇസ്ലാമിക് ജിഹാദി മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായിട്ടുണ്ട്. വെറും 19 വയസ്സ് മാത്രമേ ഇവന് പ്രായമുള്ളൂ. പക്ഷേ ഇവൻ പീഡിപ്പിച്ചത് 180-ലധികം പെൺകുട്ടികളെയാണ്. അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ്. ഈ ജിഹാദിയുടെ പേര് അയാൻ അഹമ്മദ് തൻവീർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ഭാരതത്തിൽ ഇസ്ലാമിക് മത തീവ്രവാദികളെ കൊണ്ടും ജിഹാദികളെ കൊണ്ടും എത്രമാത്രം ദുരന്തങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല മാധ്യമങ്ങളും ഇങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: ഈ പെൺകുട്ടികളെ, ഈ 180-ലധികം പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ നഗ്ന ഫോട്ടോകൾ എടുക്കുകയാണ് ഇവൻ്റെ പണി. അപ്പോൾ ചോദിക്കും, ഇതിനെവിടെയാണ് അവസരം? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് പ്രധാനമായും ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടും നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത്. ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും ഒരു ബിഷപ്പ് പറഞ്ഞപ്പോൾ ആ ബിഷപ്പിനെ വധിക്കുവാൻ ഇവിടെ സുഡാപ്പികൾ ഗൂഢാലോചന നടത്തി. അദ്ദേഹത്തിൻ്റെ അരമന വളയുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവിടെ ഇവർ വളരെ സാവകാശത്തിൽ ഓരോ ആളുകളുടെ അടുത്ത് എത്തപ്പെടുകയും പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് ഇവരുടെ കൂടെ കൂടുകയും പിന്നീട് ഈ കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി ഐസ്ക്രീമോ മിഠായിയോ ജ്യൂസോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അതിൽ മയക്കുമരുന്ന് കലർത്തി അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള വസ്തുക്കൾ കലർത്തി ഇവരെ കുടിപ്പിച്ചതിന് ശേഷം ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ എടുത്തതിന് ശേഷം ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഓരോ ദിവസം ഇങ്ങനെ ഓരോ കുട്ടികളെ, അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇവർ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 180 കുട്ടികളുമായുള്ള 350-ലേറെയുള്ള അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഈ അയാൻ അഹമ്മദ് തൻവീർ എന്ന വ്യക്തി. ഈ അടുത്ത ദിവസങ്ങളിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിനെ തുടർന്ന് പല അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിൽ നിന്നാണ്. ഈ നാടിനെ നടുക്കിയ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു ഇസ്ലാമിക് ജിഹാദിയെ കാണുമ്പോൾ മറ്റു മതസ്ഥർ ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. കാരണം ഇവരുടെ അടുത്ത് ഇരിക്കുവാനോ ഇവരോടൊന്നിച്ച് സഞ്ചരിക്കുവാനോ ഇവർ തരുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനോ ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. ഇത് സ്വാഭാവികമായും ഈ മതത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും തരുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാനോ കുടിക്കാനോ മനസ്സനുവദിക്കാത്തത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പേടിയോടുകൂടിയാണ് ഈ സമൂഹത്തെ ആളുകൾ നോക്കിക്കാണുന്നത്. കണ്ടോ, പെൺകുട്ടികൾക്ക് നേരെ ഭീകര മതത്തിൽപ്പെട്ടവരുടെ ക്രൂരതകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, രാജ്യത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, BJP ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിൽ പോലും ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾ അവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ള മതത്തിൽപ്പെട്ടവരെയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരെ മതം മാറ്റം നടത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കൊള്ളയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമോ ചങ്കൂറ്റോ അവർക്കില്ല എന്ന് മാത്രമല്ല, ജിഹാദി ഫണ്ട് മേടിച്ച്
TV ചാനലുകളും അതുപോലെ യൂട്യൂബ് ചാനലും നടത്തുന്നവർക്ക് ഇത് പറയാനുള്ള ചങ്കൂറ്റമോ ധൈര്യമോ ഉണ്ടാകില്ല. എന്തായാലും അത്യന്തം ഖേദകരവും ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് ഈ ജിഹാദികളിൽ നിന്ന് വരുന്നത്. കാരണം ഈ ജിഹാദികളെ കൊണ്ട് നമ്മുടെ നാട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരവസ്ഥ. ഇനി വരുന്ന നാളുകളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഏത് രീതിയിലായിരിക്കും അവരോട് മറ്റുള്ള ആളുകൾ ഇടപെടുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്യന്തം ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഈ ജിഹാദികളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ. സൂക്ഷിക്കുക എന്നും മാത്രമല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനായിട്ടില്ല. കഴിയുന്നിടത്തോളം ഇത്തരം ജിഹാദികളുമായി ഇടകലരാതെയും അവരുടെ കുട്ടികളുമായി കഴിയുന്നിടത്തോളം ഫ്രണ്ട്ഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റ് സൗഹൃദത്തിലേക്കോ പോകാതിരിക്കുകയും ചെയ്യുന്നതാണ് സുരക്ഷിതം എന്നു മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്.